ഇന്ന് രാവിലെ 9:30 സംഭവം. ബസ് കാത്തുനിന്ന യാത്രക്കാരെ ഓട്ടോയിൽ കയറ്റിയ അബ്ദുൾ ലത്തീഫിനെ ബസ് ജീവനക്കാർ പിന്തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഓട്ടോറിക്ഷ ഓടിച്ച മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെത്തിയ അബ്ദുൾ ലത്തീഫ് കുഴഞ്ഞു വീണു മരിച്ചു. അബ്ദുൾ ലത്തീഫിന്റെ കഴുത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ ഒരു 3 പേര് മർദ്ദിച്ചു. എന്നെ എൻ്റെ കഴുത്ത് പിടിച്ചതായിട്ടുണ്ട്. ഞാൻ പരാതി കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് വന്നതായിരുന്നു. പിന്നാലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു ഓട്ടോ ഡ്രൈവറാ ഒരു ബസ് ഡ്രൈവർമാർ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് അവർ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 ടയറാണുള്ളത്. ആ 3 ചക്രത്തിനുള്ള ടാക്സ് ഞങ്ങളും അടക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ 2 വഴിയിൽ നിന്ന് കയറ്റുണ്ടെങ്കിലും അത് ചിലപ്പോൾ നമ്മളെ പരിചയക്കാരാവും. ഇത് ആരാ എന്താന്ന് ചോദിക്കാനേ അവർക്ക് അത്ര ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളെ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. കംപ്ലൈന്റ് ചെയ്താലും അവർക്ക് ഒരാൾ അടിച്ചു കൊല്ലണ ആവശ്യമില്ല. സംഭവത്തിൽ തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന PTB ബസ്സിലെ 3 ജീവനക്കാരെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ് ജീവനക്കാരുടെ അതിക്രമം പതിവാണെന്നും ശക്തമായ പ്രതിഷേധം തുടരുമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.